ഹലോ എവരിവൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കോഴിക്കോട് നിന്ന് മൂകാംബികയിലേക്കുള്ളൊരു യാത്രയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് ട്രെയിനിൻ്റെ ഉള്ളിൽ ചെന്ന് കാണാം. അപ്പോൾ നമ്മൾ ട്രെയിൻ കയറിയപ്പോൾ തന്നെ വാമിക്കുട്ടി അവൾക്കുള്ള സീറ്റൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് മൂകാംബികയിലേക്ക് പോകാനുള്ള റീസൺ എന്ന് വെച്ചാൽ വാമിയെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ടാണ്. വാമിയുടെ സെക്കൻഡ് ട്രെയിൻ യാത്രയാണ് ഇത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ അവളുടെ ഫേസിലുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും നമ്മൾ ബൈന്ദൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു പുലർച്ചെ 1-2 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടാക്സി. അപ്പോൾ നമ്മളെല്ലാവരും അതിൽ കയറി നമ്മുടെ മൂകാംബികയിലേക്കുള്ള യാത്ര തുടങ്ങി. ഇനി നിങ്ങളൊക്കെ വരുന്ന ടൈമിൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ തന്നെ ടാക്സി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ വിളിക്കാവുന്നതാണ്. കൊല്ലൂരിലേക്ക് പോകുമ്പോഴുള്ള ഈ റോഡ് എന്ന് പറയുന്നത് ചുറ്റിനും കാടൊക്കെ ആയിട്ട് നല്ലൊരു വൈബ് തന്നെയായിരുന്നു. സോ ഫൈനലി നമ്മൾ മൂകാംബിക എത്തിയിട്ടുണ്ട്. ഈ ഒരു കവാടം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ കുറേ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ റൂമിലൊക്കെ എത്തി എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്ത് പിന്നെ രാവിലെ നമ്മൾ നേരത്തെ തന്നെ തൊഴാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുൻവശം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും കൂടുതലായിട്ട് നമുക്ക് ഈ മൂകാംബിക ക്ഷേത്രം, കുടജാദ്രി ഇതൊക്കെ കൂടുതലായിട്ട് നമുക്കറിയാവുന്നത് അരവിന്ദൻ്റെ അതിഥികൾ എന്ന ഫിലിമിലൂടെ ആയിരിക്കും. അതിലൂടെ ഇവിടെ വരാനും ഇവിടുത്തെ പരിസരങ്ങളും ആ ഒരു കുടജാദ്രിയും അതൊക്കെ കാണാനായിട്ടൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് വന്നത് എനിക്ക് എന്തായാലും ആ ഒരു ഫിലിം കണ്ടിട്ട് തന്നെയായിരുന്നു. അപ്പോൾ അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് തൊഴുതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് അമ്പലത്തിൻ്റെ ചുറ്റും ഒന്ന് നടന്ന് കണ്ട് ജസ്റ്റ് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് വാമിക്കുട്ടിയെ എഴുത്തിനിരുത്തണം. അതിനാണ് നമ്മൾ മെയിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ അത് തുടങ്ങാനായിട്ട് ഒരു 7 മണി 8 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് തൊഴാനൊക്കെ പെട്ടെന്ന് തന്നെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വാമിക്കുട്ടി നല്ല ഗുഡ് ഗേളായിട്ട് ഇരുന്നിട്ട് നമ്മുടെ അരിയിൽ എഴുതുന്നുണ്ട്. അവൾക്ക് എന്തായാലും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു എഴുതാൻ വേണ്ടിയിട്ട്. അവൾ സ്വന്തം തന്നെ കൈപിടിച്ചൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ മടിയിലിരുന്നിട്ടും ചേച്ചീൻ്റെ മടിയിലിരുന്നിട്ടൊക്കെ അവൾ സ്വന്തം തന്നെ എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ എഴുത്തിനിരുത്തുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറച്ച് എല്ലാവരും കൂടെ അമ്പലത്തിന് ചുറ്റും നടന്ന് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിലും ചുറ്റിനും നോക്കുന്ന ടൈമിൽ കോടയൊക്കെ മൂടി നല്ല ഭംഗി തന്നെയായിരുന്നു അവിടെ കാണാൻ.
പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി നമ്മൾ റൂമിലോട്ട് നടക്കുകയാണ്. അപ്പോൾ വാമിക്കുട്ടി അവിടെ എന്തോ കണ്ടിട്ട് കുറുമ്പ് കാട്ടി നിൽക്കുകയാണ്. അവൾക്ക് എന്തോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് അത് വാങ്ങിച്ചു കൊടുത്ത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഈവനിങ് പോകുന്നത് മുരുടേശ്വരാണ്. ഫസ്റ്റ് നമ്മൾ കുടജാദ്രി പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അവിടുത്തെ ക്ലൈമറ്റ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. പിന്നെ എല്ലാവർക്കും അവിടെ കയറാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ മുരുടേശ്വരാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മൂകാംബികയിൽ നിന്നും ഒരു 1 hour ഡിസ്റ്റൻസ് ഉണ്ട് മുരുടേശ്വരം എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ നമ്മൾ മുരുടേശ്വരം ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഈ മുരുടേശ്വരം അമ്പലത്തിൻ്റെ മുകളിൽ കയറിയിട്ടില്ലായിരുന്നു. കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു നമ്മൾ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങിയൊക്കെ വരുമ്പോഴേക്കും ലേറ്റ് ആവുമെന്ന് എഴുതിയിട്ട് നമ്മൾ മുകളിലൊന്നും പോയിട്ടില്ല. നമ്മുടെ ഈ ടെമ്പിളിന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആൾമോസ്റ്റ് ഒരു 20 floor ഉണ്ടെന്നാണ് തോന്നുന്നത്. കറക്റ്റ് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ അതാ നമ്മുടെ സ്റ്റാച്യു ഉണ്ട്. എനിക്ക് ഇത് കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, കാരണം ഇങ്ങനെ കുറേ റീൽസിലും അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ അവിടെ എന്തോ പണി നടക്കുമായിരുന്നു, അപ്പോൾ ചുറ്റിനും കമ്പിയൊക്കെ കെട്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു രൂപം നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എവിടെയാണ് വാമി? നമ്മൾ മുരുടേശ്വർ. ഈ അമ്പലത്തിൻ്റെ കറക്റ്റ് ഹൈറ്റ് എനിക്ക് ശരിക്കും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, അത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട്. അപ്പം ഞാൻ കുറേയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് കറക്റ്റ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ മഹാദേവൻ്റെ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആ ഒരു മുരുടേശ്വർ ടെമ്പിളിൻ്റെ സൈഡിലൂടെ നമുക്ക് ഈ സ്റ്റാച്യു കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ചുറ്റിനും കടലൊക്കെ ആയിട്ട് നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഈ സ്റ്റാച്യുവിനെ കുറിച്ച് പറയാനുള്ളത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു സ്റ്റാച്യു തന്നെയാണിത്. നമുക്ക് എത്ര ദൂരത്തുനിന്ന് നോക്കിയാലും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ പെർഫെക്റ്റായിട്ട് തന്നെ കാണുന്നുണ്ടായിരുന്നു. അത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്ത ഒരു സ്റ്റാച്യു തന്നെയാണിത്. കാരണം എല്ലാം വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആകെ തോന്നിയത് അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് ആ കമ്പിയെല്ലാം ഇട്ടതുകൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. കറക്റ്റ് കാണാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അത് ഞാനും അച്ഛനും അമ്മയും വാമിക്കുട്ടിയും മനോരനും എല്ലാവരും കൂടെ ആ സ്റ്റാച്യൂയുടെ അടുത്തേക്ക് പോവാണ്. ഏട്ടനും ചേച്ചിക്കും വയ്യാത്തതുകൊണ്ട് അവർ താഴെ നിന്ന്. എനിക്ക് തോന്നുന്നു അടുത്ത് നിന്ന് കാണുന്നതിനേക്കാൾ ഭംഗി കൂടുതൽ നമുക്ക് വെട്ടും തന്നെയാണ്. കാരണം അപ്പോഴാണ് ആ കംപ്ലീറ്റ് രൂപം നമുക്ക് കാണാൻ പറ്റുന്നത്.
ആദ്യം നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് താഴേക്ക് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് തന്നെ പോയി. അപ്പോൾ നമുക്ക് ഇന്ന് നൈറ്റ് തന്നെ ആയിരുന്നു റിട്ടേൺ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ചെറിയ വീഡിയോ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.